എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കൊഞ്ചൻ കറിയായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ കൊഞ്ചൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും ഒരു 4 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ എടുത്ത് ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളി ഒരു നാരങ്ങ വലിപ്പത്തിലെടുത്തിട്ട് ഞാനത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീർ ചില്ലി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അത് കരിഞ്ഞു പോകരുത്. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് വേണം അത് ചൂടാക്കാൻ. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ഇളക്കി അത് നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിൽ ചേർത്തിട്ട് ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കൊഞ്ചനാകുമ്പോൾ നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അരച്ചതൊക്കെ ഞാൻ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അരവൊഴിച്ചതിൻ്റെ കൂടെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും പിന്നെ പുളിയും ഒക്കെ ചേർത്തിട്ട് ഇതൊക്കെ നമ്മൾ ആദ്യം ചേർത്ത് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പം കൊഞ്ചൻ നമ്മൾ ആദ്യം ഇടില്ല. ഈ അരവൊക്കെ നന്നായി തിളച്ച് ഈ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊഞ്ചൻ ഇടുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കൊഞ്ചൻ ഒരുപാട് സമയം വെന്ത് കഴിഞ്ഞാൽ ഹാർഡായിപ്പോവും. അതുകൊണ്ട് ഈ അരവൊക്കെ നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ കൊഞ്ചനിടുന്നത്. ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കൊഞ്ചനിടാം. കൊഞ്ചനിട്ട് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ വേവിക്കേണ്ടതില്ല. ഏകദേശം ആ ഒരു കൊഞ്ചനൊക്കെ വേവാനുള്ള സമയം മാത്രം വെച്ചാൽ മതി. ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പും എരിവൊക്കെ നോക്കുക. എന്നിട്ട് അതൊക്കെ പാകത്തിനായി കഴിഞ്ഞാൽ ആ കൊഞ്ചൻ വേവുന്ന സമയമാകുമ്പോൾ നമ്മളതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിലൊരു ചെറിയ കഷ്ണം ഉള്ളി ഞാൻ വറവിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുത്തിട്ട് കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് വറുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. ഫ്ലെയിം ഒന്ന് ലോ ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് കരിയാതെ ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തീ ഓഫ് ചെയ്യുക. അത് കറിയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം തുറന്നിട്ട് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റുള്ള കൊഞ്ചൻ കറി റെഡി ആയിട്ടുണ്ട്. കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.